അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിർസത്തെ മോമിനിങ്ങളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ചാക്കുക ഉദ്ദേശിച്ചുകൊണ്ടുള്ള വിഷയം ഇത് വിശുദ്ധമാക്കപ്പെട്ട ജുമാദുൽ ഊല തിങ്കളായിട്ടിക്കട്. ഈ ജുമാദുൽ ഊലൽ സ്മരിക്കപ്പെടണിക്കത്ത് ഒരു മഹാനായിട്ടിക്കട് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി, ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. ആ റിഫായി ഷെയ്ഖിന്റെ വിഷയത്തിൽ ഒരു രണ്ട് വിഷയം ചൊല്ലുകയറ്റിക്കട് നിങ്ങളെ മുന്നുള്ളൂ ഞാൻ വന്നിട്ടുള്ളത്. അള്ളാഹു താല അവിടുത്തെ മദതും സഹായവും കൊണ്ട് ഞങ്ങൾ എല്ലാ നിലക്കുമുള്ള മനസ്സുള്ള മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ. ചമ്മ ആൾമാർഗം മങ്ങിലായിട്ട് വർഷങ്ങളായിട്ട് മക്കളില്ല, ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു താല എത്രയും വേഗം നല്ല മക്കളെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. രോഗങ്ങളുള്ള ആൾമാർ, ചമ്മ ആൾമാരുള്ള കമൻറ്റിൽ വന്നിട്ട് ദുആ കൊണ്ട് വസിയത്താക്കിറങ്ങ. അള്ളാഹു താല ഞങ്ങളെ രോഗങ്ങൾക്കെല്ലാം റിഫായി ഷെയ്ഖിന്റെ ഹക്ക് കൊണ്ട് അള്ളാഹു താല വേഗ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിൽ വേണ്ട പിർസത്തെ മോമിനിങ്ങളെ, ഔലിയാക്കളെ കൂട്ടത്തിൽ വലിയ പവറുള്ള നിക്കത്തെ, വലിയ സ്ഥാനമുള്ള നിക്കത്തെ ഒരു നേതാവായിട്ടിക്കട് ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ്. റിഫായി ഷെയ്ഖിന്റെ മഹത്വം അത് ചൊന്നു തീർക്കുമ്പോൾ സാധ്യമുള്ളതല്ല. അത്രയും വലിയ മഹത്വമുള്ള നേതാവായിട്ടിക്കട്. ജീവിതം ഫുള്ളും ആരിഫും ബില്ല അള്ളാഹുര അറിഞ്ഞുകൊണ്ട് ജീവിച്ച എനിക്കത്തെ ഒരു മഹാൻ. നാണം നിങ്ങൾ അറിഞ്ഞതുപോലെ അല്ല, ഞങ്ങൾ അള്ളാഹുരെ പറ്റി അറിഞ്ഞതാ എങ്ങനെ അള്ളാഹു താല സൃഷ്ടിച്ചവണു, അള്ളാഹു താലയുടെ കാണാൻ വലിയ മഹത്വമുള്ള വേറാറും ഇല്ല, അള്ളാഹു താല എല്ലാം കണ്ടോണ്ടുള്ള കേട്ടോണ്ടുള്ള ഇതായിട്ടിക്കർ ഞങ്ങൾ അറിഞ്ഞത്. അതല്ല ഔലിയാക്കൾ ചെന്നെങ്കിൽ അതൊരു വേറമേ രൂപത്തിൽ അള്ളാൻ ചെന്നിട്ടുള്ള ആ ഒരു പരമസത്യ അത് മനസ്സിലെ ഉൾഗങ്ങ വെച്ചിട്ട് അങ്ങനെ ജീവിച്ചപ്പ അള്ളാഹു അല്ലാണ്ട് വേറെ ഒന്നും അങ്ങനെ മനസ്സ് പോയിട്ടില്ല. അതായിട്ടിക്കർ ഔലിയാക്കന്മാർ. അള്ളാഹു ഔലിയാക്കളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നല്ല ആക്കി തരുമാറാകട്ടെ. അപ്പൊ അങ്ങനെ അള്ളാഹുരെ അറിഞ്ഞ ഔലിയാക്കളെ കൂട്ടത്തിൽ വലിയ സ്ഥാനമുള്ള എനിക്കത്തെ, വലിയ കറാമത്ത് കാട്ടിയ എനിക്കത്തെ ഒരു നേതാവായിട്ടിക്കട്. ജീവിക്കുമ്പോൾ ഇൽമു കൊണ്ട് വലിയ ഹിദ്മത്തെടുത്ത് താലീമായിട്ടിക്കട്. അതുപോലെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ വലിയ മഹബത്ത് വെച്ചണിക്കത്തെ ഒരു നേതാവും കൂടിയായിട്ടിക്കട്. തൻ്റെ ജീവിതത്തെ ആ ശൈലി കണ്ടെത്ത് എത്രമാ ആൾമാർ ഹിദായത്ത് കെട്ടിപ്പോയ എനിക്കത്തെ ഒരു മഹാനായിട്ടിക്കട്. അള്ളാഹു താല ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് മരിക്കോളം ഞങ്ങളെ ഹിദായത്ത് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. പ്രത്യേകം ദ്വാരക്കണായ എനിക്കത്തെ ഒരു ദ്വായറ്റിക്കിടത് ഹിദായത്ത് നിലനിൽക്കുവാനായിട്ട്. കാരണം സുബൈ നല്ല നിലക്ക് ഹിദായത്തുള്ള മനുഷ്യ അസറാവുമ്പോൾ തല തിരിഞ്ഞിട്ട് വേണ്ട, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലായിട്ടിക്കിടും ഞങ്ങൾ ഉള്ളത്. ഞങ്ങൾ നല്ല നിറച്ച ആൾമാർ പിന്നെ എത്രമാ കാലം ഇങ്ങനെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇപ്പം എങ്ങനെയുള്ളതാ നോക്കുമ്പോൾ ഇപ്പം തല തിരിഞ്ഞിട്ട് മൗലിദ് വേണ്ട, അത് വിധത്ത് ഇത് വിധത്തും ചെന്ന് നടക്കുന്ന എനിക്കത്തെ ആ വലിയ അവസ്ഥയായിട്ട് അതുകൊണ്ടായിട്ടിരിക്കണം ഞാൻ അങ്ങനെ ദ്വാരുന്നത്. ഏതായാലും പരിശുദ്ധ മോമിനികളെ റിഫായി ഷെയ്ഖിന്റെ വിഷയത്തിൽ ഞങ്ങൾ പഠിക്കുന്നു. ജീവിതം ഫുള്ള് അള്ളാഹുർക്ക് വേണമായിട്ട് ജീവിച്ചിട്ട് മാത്രമല്ല, വലിയ വലിയ കറാമത്ത് കാട്ടിട്ട് ജനിക്കുന്നതിന് മുന്നലെ ഇമാം ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖിന്റെ ഉമ്മ റിഫായി ചൊല്ലുന്ന ഈ ഒരു മോന്റെ ഗർഭ ചുമന്ന് തിക്കുമ്പോൾ, പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ, ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുസാല കേൾക്കറല്ലേ, കിടാവാണാ പെണ്ണാണ് ചൊല്ലി ഇങ്ങനെ കേൾക്കുക. ആരെങ്കിലും കർപ്പഞ്ചുമാരല്ല ഇങ്ങനെ ഞങ്ങളെ മൂത്തോലോ യാലോലോ നിങ്ങൾ വൃത്തത്തിൽ കാണുമ്പോൾ കിടാവ് ആണായിട്ടിക്കുക പെണ്ണായിട്ടിക്കുക ഇങ്ങനെ കേൾക്കറല്ലേ. എന്നതുപോലെ റിഫായി ഷെയ്ഖിനെ ഉമ്മറൊട്ടിക്ക് കേട്ടാറ് കിടാവ് ആണാ പെണ്ണാ. ആ ടൈമിൽ റിഫായി ഷെയ്ഖ് ആയിട്ടിക്കുന്നത് ഉത്തര ഭയത്തിലുള്ള കിടാവ് ഒരു സൗണ്ട് പുറത്ത് വേണ്ട എന്തോ മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാം അഹ്മദുൽ കബീർ എന്ന് ചൊന്നോവർ. ആറ് വയറ്റിൽ ആണാ പെണ്ണാണ് കേൾക്കുമ്പോൾ മകനാം അഹമ്മദുൽ കബീർ, മകളല്ല മോളല്ല മോനു അഹമ്മദുൽ കബീർ ആയിട്ടിക്കിടാൻ ചെന്നിട്ട് ഭയത്തിൽ ഉൾഗത്തെ സൗണ്ട് വന്നു പോയിട്ട് എന്തൊരു കറാമത്ത് നിങ്ങൾ ആലോചന ആക്കി നോക്കുക. ഇനി മഹാന്റെ ഒരു ജീവിത പഠിക്കുമ്പോഴും പഠിച്ച് കഴിഞ്ഞിട്ടും ഉള്ളൊരു ജീവിത നിങ്ങൾക്കല്ല പണ്ടേ ഞങ്ങൾ കേട്ടുപണ്ട ഒരു ചരിത്രമായിട്ടിരിക്കുന്നത്. മഹാൻ ഒരാൾക്ക് പോലും ഉപദ്രാക്കല, ഒരാൾക്ക് പോലും മഹാന്റെ പലക്ക കൊണ്ട ജീവിതത്തെ ശൈലി കൊണ്ട ഒരാൾക്ക് നൊമ്പലായിട്ടിക്കല്ല. അത്രയും സൂക്ഷ്മമായ എനിക്കത്തെ ഒരു ജീവിതം നയിച്ചൊരു മഹാൻ. പണ്ട് മുതലേ ഞാൻ കേട്ടൊരു ചരിത്രമുണ്ട്. റിഫായി ഷെയ്ഖ് പള്ളിക്ക് പോകും ഭർത്താവുമ്പോൾ മാറ്റി വെച്ച കമീസ് ഇടകു പോകുമ്പോൾ ആ കമീസിന്റെ കയ്യിൽ പൂച്ച കിടന്നിട്ടുള്ള പൂച്ചയുടെ വർക്ക് ഉപദ്രാക്കോ റിഫായി ഷെയ്ഖ് മനസ്സില്ലാണ്ടായിട്ട് എന്തിനാക്കോ. അതേ ടൈമിൽ പൂച്ച കിടന്നത്ര ആ ജാഗ വിട്ടിട്ട് ബാക്കി ജാഗ കട്ടാക്കിയിട്ട് ചെന്ന പൂച്ചയുടെ വറക്കൊക്കെ ഉപദ്രാക്കാണ്ട് ബാക്കി ജാഗ കട്ടാക്കിയിട്ട് ആ കമീസ് ഇട്ടിട്ട് ചെന്നെങ്കിൽ ഒരു കൈ ഫുള്ളുണ്ടോ എന്നൊരു കൈ ഹാഫുണ്ട്, അങ്ങനത്തെ കമീസ് ഇട്ടിട്ട് പള്ളിക്ക് പോയിട്ട് നിസ്കരിച്ചിട്ട് വന്നെടുക്കത്ത മഹാൻ. ഞങ്ങളല്ല ഹിന്ദുങ്ങളല്ല ഔത്തുലു ആകെ കാക്ക് പോയിട്ട് നായിക്കർ. പക്ഷേ റിഫായി ഷെയ്ഖ് ഏതെങ്കിലും ഒരു നായിക്കൂട്ടത്തെ കാണുമ്പോൾ
അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കുക. എന്ത് ആരെങ്കിലും നായിക കല്ലെറിഞ്ഞിട്ട് ആരെങ്കിലും രൂപത്തിൽ ഉപദ്രാക്കണ്ട ചെന്നിട്ടുള്ള ഒരു പിരിസപ്പാട് മനസ്സിൽ വെച്ചിട്ടായിട്ടിക്കട് റിഫായി ഷെയ്ഖ് ചെന്നെങ്കിൽ നായി ഇത്തരം ആൾമാർക്ക് കാവൽ നിൽക്കുമ്പോൾ റിഫായി ഷെയ്ഖ് നായിക കാവലിനുണ്ടെത്തിണ്ടായിട്ടിക്കട് ചരിത്രം നിങ്ങൾക്ക് വെളിപ്പാട്ടിയുണ്ടല്ലോ. ഏതായാലും അങ്ങനത്തെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് വലിയ ചരിത്രമുണ്ടോ. പക്ഷെ അതെല്ലാം ഈ വീഡിയോയിൽ ചൊല്ലുക നിങ്ങൾക്ക് ടൈമില്ല, ഞാൻ ഷോർട്ടാക്കി ചൊല്ലതായിട്ടിക്കട്. അങ്ങനെ മുത്തുനബിയുടെ മഹബത്തിലായി ഇങ്ങനെ കഴിഞ്ഞു പോയോണ്ടുണ്ടോ. മദീനത്തുക്ക് എത്രമാ സ്വലാത്ത് ഇങ്ങനെ സലാമും സ്വലാത്തും ഇങ്ങനെ ചൊന്നിട്ടു റിഫായി ഷെയ്ഖ് മദീനത്തേക്ക് കടത്തിയോണ്ടുണ്ടോ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് ചെന്നിട്ട് മദീനത്തേക്ക് സലാം ഇങ്ങനെ കടത്തരുത്. അങ്ങനെ കടത്തുമ്പോൾ മദീനത്ത് അലൈക്കും സലാം ചെല്ലത് റിഫായി ഷെയ്ഖ് എപ്പോഴും കേട്ടോണ്ടിരുന്നത്. അങ്ങനെ ചെന്ന സ്വലാത്ത് മുഹിയുദ്ദീൻ ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖിന്റെ റായത്തിലെ ചെന്ന സ്വലാത്ത് സലാം ചെന്ന് മദീനത്തുക്ക് ഹദിയാക്കിട്ട് അലൈക്കും സലാം ചെന്ന് മുത്തുനബി സലാം മടക്കുന്നതും റിഫായി ഷെയ്ഖ് കേട്ടോണ്ടിരുന്നത്. അതെല്ലാം അയത്ത് കൊറിയ നാൾ വിട്ടിട്ട് റിഫായി ഷെയ്ഖ് റായ വിട്ടിട്ട് നേരെ മദീനത്തുക്ക് വന്നിട്ട് റസൂലുള്ളാഹിയുടെ റൗള ഇങ്ങനെ സിയാറത്താക്കിയിട്ട് ഓതുറതെല്ലാം ഓതിട്ട് സ്വലാത്തും സലാമും എല്ലാം ചൊന്നിട്ട് ഒരു പലക്ക് ചൊല്ലു. എന്തിനായിട്ടിക്കോ ചൊല്ലത് വിഹാലത്തിൽ ബുഅദി റൂഹി കുന്തു റുസിലുഹാ തുഖബ്ബിലുൽ അർദ അന്നി വഹിയ നായിബതി വഹാദിഹി ദൗലത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യദൈക ലികൈ തഹദാ ബിഹാ ശഫതി ഫീ ഹാലത്തിൽ ബുഅദി. നബിയെ ഇപ്പം നിങ്ങളെ മുട്ട ഇതാ നാ വന്നിട്ടുള്ള ഫീ ഹാലത്തിൽ ബുഅദി നാണ് നന്റെ ദൂര റായത്തിലിക്കുമ്പമേ സ്വലാത്ത് സലാമ് ചൊന്നിട്ട് നിങ്ങളെ മുട്ട നാണ് കടത്തിയോണ്ടിന്ന കുന്തു ഉറുസിലുഹ നാണ് നിങ്ങളെ മുട്ട നാണ് ഇങ്ങനെ കടത്തിയോണ്ടിന്ന നബിയേ. എന്റെ നക്ക് പറകായോണ്ടില്ല നന്റെ ബദലുക നാണ് സ്വലാത്ത് ഇങ്ങനെ റൂഹുറൊട്ടിക ഇണ്ട് ഇതായി റിഫായി ചൊല്ല നന്റെ തടിയെ നിങ്ങളെ മുട്ട വന്നിട്ടിരിക്കുമ്പോ ഇതൊക്കെ മുന്നൊന്നാണ് ചമ്മ നന്റെ ഈ റൂഹുരമേ സ്വലാത്തും സലാമുമായിട്ട് നിങ്ങളെ മുട്ട നാണ് കടത്തിയോണ്ടിന്ന നബിയെ. അങ്ങനെ കടത്തിയോണ്ടിന്ന ഇപ്പമാ വഹാദിഹി ദൗലത്തുൽ അശ്ബാഹി ഖദ് ഹദറത്ത്. നബിയേ നിങ്ങളെ ഈ വിശുദ്ധമാക്കപ്പെട്ട മദീന ചൊല്ല റായത്തുക നന്റെ ഈ തടിയെ വന്നിട്ടെത്തിയിട്ടുണ്ട് നബിയേ. അതുകൊണ്ടൊരു വിഷയ ചൊല്ലുള്ളത് ഫംദുദ് യദൈക ലികൈ തഹദാ ബിഹാ ശഫതി. ഒന്ന് ഫംദു യദൈക നിങ്ങളെ കൈയൊന്ന് നീട്ടിത്തറു നബിയേ. അതേ ഒന്ന് നീട്ടിത്തറു നബിയേ. തഹദാ ബിഹാ ശഫതി. ഈ റിഫായി ഒന്ന് നന്റെ ഈ ചുണ്ടുകൊന്ന് ചേർത്ത് പിടിച്ചിട്ടൊക്കെ മുത്തട്ടാ നബിയേ. ഒന്ന് ചേർത്തൊന്ന് കൈ നീട്ടി തറുവാറാണ്ട് കേൾക്കുമ്പോ ഫമദ്ദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദഹുൽ മുബാറക. തങ്ങളെ കൈ ഇങ്ങനെ നീട്ടി കൊടുത്തു. ആ റൗലര ഉൾഗ ഉള്ള കൈ ആ മുത്തുനബിയുടെ തടിയുള്ള റൗലര ഉൾഗല്ലേ ഉള്ളോ അതിങ്ങനെ നീട്ടി കൊടുത്തു. കൈ നീട്ടി കൊടുത്തപ്പാ ഫഖബ്ബല റിഫായിയോ റിഫായി ഷെയ്ഖ് അതിങ്ങനെ പിടിച്ചിട്ട് മുത്തിപ്പോയിത്ത്. എന്തൊരു അത്ഭുതമല്ലേ. നങ്ങ ഇന്റെ റസൂലുള്ളാഹിയുടെ റൗദറ മുട്ട പോയിട്ട് നീട്ടി തറുവും ചെന്നങ്ങ് കൈ വറവ് സാധ്യതയില്ല. കാരണം എന്തുകൊണ്ടുണ്ടാ നങ്ങവും മുത്തുനബിയുമുള്ള കണക്ഷൻ അങ്ങനെ ആയിട്ട് റിഫായി ഷെയ്ഖ് അങ്ങനെ ചെന്നപ്പോ കൈ നീട്ടി കൊടുത്തതാ. അത് റിഫായി ഷെയ്ഖും മുത്തുനബിയും തമ്മിലുള്ള കണക്ടിവിറ്റി അങ്ങനെ ആയതുകൊണ്ടായിട്ടിക്കട്. അതുകൊണ്ട് നല്ല മഹബത്തുള്ള മുത്തുനബി അറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം ഇന്നെങ്കിൽ അത് ഞങ്ങൾക്കും അങ്ങനെ ആക്കിയെടുക്കൂ സാധ്യമുണ്ട്. അപ്പൊ ഈ ജീവിക്കുന്ന കാലത്ത് വലിയ കറാമത്ത് കാട്ടിയണക്കത്തൊരു നേതാവായിട്ടിക്കട്. ആ നേതാവിന്റെ മഹത്വം എന്തിനാണ് ഇപ്പൊ ചെന്നെങ്കിൽ ഈ ജുമാഅത്തുൽ ഊലാച്ചുടെ ഈ തിങ്കള് അത് ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖിന്റെ തിങ്കളായിട്ടിക്കട്. ദിക്റുൽ അംബിയാ ഇബാദ അംബിയാക്കളോ നബിമാരോ മദ്ഹ് ചൊല്ലത് അത് ഇബാദത്തുൽ അത് ആരാധനയായിട്ടിക്കട്. വദിക്റു സ്വാലിഹീന സ്വാലിഹീങ്ങളായ നല്ല റിഫായി ഷെയ്ഖിനെ പോലത്തോ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ പോലത്തോ നബവി ഇമാമിനെ പോലത്തോ ബുഖാരി ഇമാമിനെ പോലത്തോ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുനെ പോലത്തോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങളെ പോലത്തോ ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുനെ പോലത്തോ ബഹുമാനപ്പെട്ട ദാറുൽ ഹിജ്റ മാലിക് ബിൻ അനസ് തങ്ങളെ പോലത്തോ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുനെ പോലത്തോ അബൂബക്കർ സിദ്ദീഖ് തഖി ബഹുമാനപ്പെട്ടവരെ പോലത്ത എങ്ങനെ സ്വഹാബത്രയും നല്ല നല്ല സ്വാലിഹീങ്ങളെ മദ്ഹ് ചൊല്ലേണ്ടുള്ളത്.
കഫാറത്തുൻ, അത് ഞങ്ങളെ ദോഷങ്ങളെ പൊറുപ്പിക്കുള്ള കാരണങ്ങളായിട്ടിക്കട്. ഞങ്ങൾ ഇങ്ങനെ മഹാന്മാരെ ഔലിയാക്കളെ മഹത്വ ചൊല്ലത് ഞങ്ങൾ ആക്കി പോയ തപ്പുകോ അള്ളാഹു താല പൊറുത്ത് തറകത് കാരണമായിട്ടിക്കട്. അതുകൊണ്ടായിട്ടിക്കട് ഈ വിശുദ്ധമാക്കപ്പെട്ട ജുമാദുൽ ഊലാജുള്ള ഈ ഒരു തിങ്കളിൽ ഈ റിഫായി ശൈഖ് സ്മരിച്ചുകൊണ്ടൊരു വീഡിയോയുമായിട്ട് നിങ്ങൾ മുട്ട വന്നു. ഇത് ചൊന്ന കാരണത്തിൽ നണ്ടവും കേട്ട കാരണത്തിൽ നിങ്ങളെയും അള്ളാഹു താല ഏറ്റെടുക്കുന്ന നല്ല മുത്തഖിങ്ങളെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ മനസ്സിലുള്ള എല്ലാവിധ മുറാദുകൾക്ക് അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. രോഗങ്ങളുടെ അണുക്കളോ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ അർഹമുർറാഹിമീനായ റബ്ബ് ഈ റിഫായി ശൈഖ് പറഞ്ഞതിൻ്റെയും കേട്ടതിൻ്റെയും കാരണം കൊണ്ട് അള്ളാഹു നമുക്കതിനൊക്കെ ശമനം നൽകി നല്ല ആഫിയത്ത് മരിക്കോളം നിലനിർത്തി തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.